വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ പപ്പിക്കാണെങ്കിൽ പനി കുറവില്ലാത്തതിനാൽ ശ്യാമയും രോഹിത്തും കൂടി പപ്പിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം ഹോസ്പിറ്റലിൽ ചെന്നിട്ടും പപ്പി ആകെപ്പാടെ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഡോക്ടറെ കാണാനൊന്നും കൂട്ടാക്കുന്നില്ല, തിരിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ആ റിസപ്ഷനകത്ത് നിന്ന് തന്നെ ആകെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം ശ്യാമയ്ക്കും രോഹിത്തും എന്ത് പറഞ്ഞിട്ട് കുട്ടി അങ്ങോട്ട് കൂട്ടാക്കുന്നില്ല, നിർബന്ധം പിടിച്ച് കരയുകയാണ്. എനിക്കിപ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ കാണണം എന്നിങ്ങനെ പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ഈ ഒരു സമയത്താണ് വിഷ്ണു ശിവനെ ആണെങ്കിൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ റൂമിൽ നിന്നും പുറത്തെ ഇങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അന്നേരം ശിവനെ ഈ സ്ട്രെച്ചറിൽ അതിനകത്ത് ഇങ്ങനെ കിടത്തിയിട്ട് നഴ്സുമാരിങ്ങനെ ബെഡിങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം ഡെയ്സിയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അന്നേരം ഈ കുട്ടി കിടന്ന് ബഹളം വയ്ക്കുകയാണെങ്കിൽ വിഷ്ണു അച്ഛനെ കാണണമെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ശിവനിങ്ങനെ ശ്രദ്ധിക്കുകയും ഈ പപ്പിയെ ഇങ്ങനെ നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശിവൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ഒരു പരിഭ്രമിച്ചെന്ന പോലെ ശിവനാകപ്പാടെ ഒരു ടെൻഷൻ എന്ന പോലെ കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് ആ ഒരു സീൻ കാണിക്കുന്നത്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ കമലിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. ശാലിനി ആകെ ദേഷ്യത്തിലാണ്. എന്നിട്ട് കമലിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വിഷ്ണുവേട്ടൻ നടത്തുന്ന ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിന്, ഈ ഒരു നാടകത്തിന് പിന്നിൽ നിൻ്റെ റോൾ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. കമലിനൊന്നും മനസ്സിലാകാത്ത മട്ടിൽ മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം കളിച്ചില്ലേ, അതിൽ അവനെ നമ്മളങ്ങ് പൊക്കി, ആ ഡാനിയലിനെ എന്നിങ്ങനെ പറയുമ്പോൾ കമലിൻ്റെ മുഖം പെട്ടെന്ന് മാറുന്നതേ കാണിക്കുന്നുള്ളൂ. കമൽ ആകെ ഒരു കൺഫ്യൂഷനിൽ എന്ന പോലെ നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിയാതെ. പക്ഷേ ഇതിൽ വിഷ്ണുവിൻ്റെ ഈ ഒരു നാടകത്തിൽ കമലിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. ഒരിക്കൽ കമലിനോട് വിഷ്ണു തൻ്റെ ഓപ്പറേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കമലിനും കൂടി അറിഞ്ഞിട്ടാണോ വിഷ്ണു ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അറിയേണ്ടത്. അതിന് കുറച്ചുകൂടി കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം അവിടെ ഡേവിസും പിന്നെ ആൻ്റണിയും യോഹന്നാനും കൂടി ഒരു ശിവനെ ഇല്ലാതാക്കുന്ന ആ ഒരു ചർച്ച തന്നെയാണ്. ഹോസ്പിറ്റലിനകത്ത് വെച്ച് തന്നെ അവനെ ഇല്ലാതാക്കണം, അവനെ അങ്ങ് തീർക്കണം എന്നിങ്ങനെ പറയുകയാണ്. അതായത് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ശിവൻ കിടക്കുമ്പോൾ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്താനുള്ള ആ ഒരു ശ്രമമാണ് യോഹന്നാനൊക്കെ അവിടെ നോക്കുന്നത്. പക്ഷേ അതൊന്നും വില പോകില്ല. ഇതിനിടെ ഈ വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് ഇനി. എന്തായാലും ശാലിനി കണ്ടെത്തും വിഷ്ണുവിനെ. വിഷ്ണു പൈസയായിട്ട് പോയേക്കുന്നത് തൻ്റെ ആ ഒരു ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ വിഷ്ണുവിന് ഉറപ്പില്ല താൻ സക്സസ് ആയി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് വിഷ്ണു ആരോടും പറയാതെയൊക്കെ പോയിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ തിരിച്ചുവരവൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.